ഹാഗിയ സോഫിയ എന്ന നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ക്രൈസ്തവ ദേവാലയം ഇസ്ലാമിക തീവ്രവാദ ചിന്തകളുടെ നേർക്കാഴ്ചയായി ബലാത്കാരമായി പിടിച്ചെടുത്ത് മുസ്ലിം പള്ളിയാക്കി മാറ്റിയ മതഭീകരതയുടെ കറുത്ത ഓർമ്മ ഉണർത്തുകയാണ് ജൂലൈ 10 എന്ന ഈ ദിവസം. ആധുനിക ലോകത്തിനു മുന്നിൽ ഹാഗിയ സോഫിയ എന്നത് കാഴ്ചക്കാർ കയറിയിറങ്ങിയ ഒരു മ്യൂസിയവും മുസ്ലിം ആരാധനാലയമായ മോസ്കും ഒക്കെയാണ്. എന്നാൽ 6-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച നൂറുകണക്കിന് വർഷങ്ങളുടെ പഴക്കവും പാരമ്പര്യവും അവകാശപ്പെടാൻ കഴിയുന്ന ക്രൈസ്തവ ദേവാലയമായിരുന്ന ഹാഗിയ സോഫിയ കത്തീഡ്രലിനെ നിരവധി ഇസ്ലാമിക ബലാത്കാരത്തിന്റെയും അധിനിവേശത്തിന്റെ കൈമാറ്റങ്ങൾക്കുമൊടുവിൽ 2020 ജൂലൈയിലാണ് ശരിയത്ത് നിയമങ്ങളുടെ തമ്പുരാൻ എർദോഗൻ തുർക്കി കോടതി നിർദ്ദേശം നൽകിയതനുസരിച്ച് മോസ്കായി പ്രഖ്യാപിച്ചത്. എന്നാൽ ആഗോള ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് മറക്കാൻ കഴിയാത്ത തീകെട്ടുന്ന വേദനകളുടെയും നീതി നിഷേധത്തിന്റെയും കറുത്ത ഓർമ്മ തന്നെയാണ് അത്. AD 537 ബൈസന്റൈൻ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായിരുന്ന ജസ്റ്റീനിയൻ ഒന്നാമനായിരുന്നു ഹാഗിയ സോഫിയ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന ക്രൈസ്തവ ദേവാലയത്തിന് അടിത്തറയിട്ടത്. എന്നാൽ ആഗോള തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ മേൽക്കോയ്മ ചിന്തകളുടെ ഫലമായി ചില നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ ആത്മീയമോ ധാർമ്മികമോ ആയ യാതൊരു തത്വദീക്ഷകളും പാലിക്കാതെ ഒട്ടോമൻ ചക്രവർത്തിയായ മൊഹദ് കോൺസ്റ്റാന്റിനോപ്പിളിനെ കീഴടക്കുകയും അക്കൂട്ടത്തിൽ ഹാഗിയ സോഫിയ എന്ന ക്രൈസ്തവ ദേവാലയത്തെയും ബലാത്കാരത്തോടെ മുസ്ലിം പള്ളിയാക്കി മാറ്റുകയും ചെയ്തു എന്നതാണ് ചരിത്രം. പിന്നീട് ആധുനിക തുർക്കിയിലെ ഏകാധിപതിയും തീവ്ര ഇസ്ലാമിക ചിന്തകളുടെ ആൾരൂപവുമായ തയ്യിപ് എർദോഗൻ ഇസ്ലാമിക ശരിയത്ത് കോടതിയുടെ പിൻബലത്തിൽ ഹാഗിയ സോഫിയയെ മോസ്കാക്കി മാറ്റുകയായിരുന്നു. ആഗോള ക്രൈസ്തവ സമൂഹത്തോട് അടങ്ങാത്ത പകയും വിദ്വേഷവും വെച്ചുപുലർത്തുന്ന ഇസ്ലാമിക തീവ്രവാദികൾ എർദോഗന്റെ നേതൃത്വത്തിൽ ക്രൈസ്തവ ന്യൂനപക്ഷത്തിന്റെ മുകളിൽ നടത്തുന്ന അധിനിവേശവും മേൽക്കോയ്മകളും കീഴടക്കലും ഹരമായി ആസ്വദിച്ചുകൊണ്ട് തങ്ങൾക്ക് ബോധിച്ചതുപോലെ നിയമങ്ങൾ വളച്ചൊടിച്ച് ഹാഗിയ സോഫിയയെ മോസ്കാക്കി പ്രഖ്യാപിക്കാൻ ശ്രമിക്കുന്നതിനെ ധാർമ്മിക ബോധമുള്ള ലോകരാഷ്ട്ര തലവന്മാർ അന്ന് വിലക്കിയിരുന്നു. എന്നാൽ അവരുടെയൊക്കെ വാക്കുകൾക്ക് പുല്ലുവില കൽപ്പിച്ചാണ് എർദോഗനും കൂട്ടരും ക്രൈസ്തവരുടെ മേൽ കനത്ത മുറിവേൽപ്പിച്ചത്. റഷ്യയിലെയും ഗ്രീസിലെയും ഓർത്തഡോക്സ് മതമേലധ്യക്ഷന്മാരും മാർപ്പാപ്പയുമടക്കം പല പ്രമുഖരും എർദോഗന്റെ ഈ നടപടിയെ കടുത്ത ഭാഷയിലായിരുന്നു അന്ന് അപലപിച്ചത്. എന്നാൽ ഹാഗിയ സോഫിയയെ മോസ്കാക്കി മാറ്റിയ ആ കറുത്ത ദിവസം ലോകം മുഴുവനുമുള്ള മുസ്ലിം സമുദായത്തിലെ തീവ്ര ചിന്താഗതിക്കാർ ആഘോഷത്തിമിർപ്പിലായിരുന്നു. തീവ്ര ചിന്താഗതിക്കാരായ പലരും കേരളത്തിലും എർദോഗന്റെ നിലപാടുകളെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. നിർഭാഗ്യവശാൽ കേരളത്തിൽ മതേതരത്വത്തെക്കുറിച്ച് ഘോരഘോരം പറയുന്ന മുസ്ലിം ലീഗിന്റെ നേതാവായ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും ഹാഗിയ സോഫിയയെ പിടിച്ചെടുത്തതിനെ അനുകൂലിച്ചാണ് ചന്ദ്രികയിൽ ലേഖനമെഴുതിയത്. അന്ന് ആ ലേഖനത്തെ കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കാനുള്ള വടിയായി കണ്ട CPM സെക്രട്ടറി കോടിയേരി സാദിഖ് അലി തങ്ങളുടെ പ്രതികരണത്തിൽ കോൺഗ്രസിന്റെ നിലപാട് എന്താണ് എന്നു ചോദിച്ച് വർഗീയ മുതലെടുപ്പിനു ശ്രമിച്ചിരുന്നു എന്നതും മറക്കാൻ കഴിയില്ല. തങ്ങളെ കൂടാതെ കേരളത്തിലെ മറ്റു പല മുസ്ലിം നേതാക്കന്മാരും സമാനമായ നിലപാടുകൾ സ്വീകരിച്ചിരുന്നു. അന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ എർദോഗന്റെ നടപടിയെ പുകഴ്ത്തി പറഞ്ഞതിനെതിരെ KCBC ശക്തമായ ഭാഷയിൽ വിമർശിച്ചിട്ടും തന്റെ നിലപാടിൽ ഉറച്ചുനിൽക്കുകയായിരുന്നു സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ചരിത്രം പഠിക്കാൻ സ്കൂളിലെത്തുന്ന വിദ്യാർത്ഥികളുടെ മുൻപിൽ ചരിത്രത്തെ വളച്ചൊടിക്കാതെ അവതരിപ്പിച്ചാൽ വളർന്നുവരുന്ന തലമുറയും അറിയും ഇസ്ലാമിക ഭീകരതയുടെ അധിനിവേശ ചരിത്രങ്ങൾ. ആ പേടികൊണ്ടായിരിക്കാം കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് 7-ാം ക്ലാസ്സിലെ സാമൂഹ്യ പാഠപുസ്തകത്തിൽ യൂറോപ്പ് പരിവർത്തനത്തിന്റെ പാതയിൽ എന്ന പാഠത്തിൽ ഹാഗിയ സോഫിയ ദേവാലയത്തെ വെറും ചരിത്ര സ്മാരകമായി അവതരിപ്പിച്ചത്. യൂറോപ്പിലെങ്ങും ക്രൈസ്തവരും യഹൂദരും പേഗൻ മതസ്ഥരും മാത്രമുണ്ടായിരുന്ന ആ കാലഘട്ടത്തിലാണ് സെയിന്റ് സോഫിയ കത്തീഡ്രൽ എന്ന ഹാഗിയ സോഫിയ ദേവാലയം പണിതത്. അന്ന് യൂറോപ്പിൽ എവിടെയും മുസ്ലിം മതസ്ഥർ ഉണ്ടായിരുന്നില്ല. പൂർവ്വസ്ഥിതിയിലേക്ക് ഹാഗിയ സോഫിയ തിരികെ വരാനുള്ള വെമ്പലോടെ ഈ ദിനത്തിൽ ഹാഗിയ സോഫിയയ്ക്കായി പ്രാർത്ഥനകൾ അർപ്പിക്കുകയാണ് ആഗോള ക്രൈസ്തവർ. ആ പ്രാർത്ഥനകൾക്ക് ഒരുനാൾ മറുപടി ലഭിക്കാതിരിക്കുകയില്ല.